കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ചാനലായിരുന്നു ഇന്ത്യ വിഷൻ. 2003 ജൂലൈ 14 ഈ ചാനൽ സംപ്രേഷണം ആരംഭിച്ചത്. ഇന്ത്യ വിഷൻ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടി. അതുവരെ വാർത്തകൾക്കായി മറ്റ് ചാനലുകളെ ആശ്രയിച്ചിരുന്ന മലയാളികൾക്ക് ഒരു സമഗ്ര വാർത്താ അനുഭവം നൽകാൻ ഇന്ത്യ വിഷന് കഴിഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകളും അന്വേഷണാത്മക റിപ്പോർട്ടുകളും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ വിഷൻ മാധ്യമരംഗത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തി. MV നികേഷ് കുമാർ, NP ചന്ദ്രശേഖരൻ, പ്രമോദ് രാമൻ, MP ബഷീർ തുടങ്ങിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇന്ത്യ വിഷന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. അവരുടെ നേതൃത്വത്തിൽ ചാനൽ നിരവധി ശ്രദ്ധേയമായ വാർത്തകളും പരിപാടികളും പുറത്തു കൊണ്ടുവന്നു. ഇന്ത്യ വിഷന്റെ തുടക്കകാലം വളരെ വിജയകരമായിരുന്നു. വാർത്താ അവതരണത്തിലെ പുതിയ ശൈലിയും വിഷയങ്ങളിലെ വ്യത്യസ്തതയും ചാനലിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. ഐസ്ക്രീം പാർലർ കേസ് പോലുള്ള നിർണായക വിഷയങ്ങൾ ഇന്ത്യ വിഷൻ ധൈര്യപൂർവ്വം പുറത്തു കൊണ്ടുവന്നു. റെജീനയുടെ വെളിപ്പെടുത്തലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇത് ചാനലിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകളും സമ്മർദ്ദങ്ങളും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പിന്നീട് ചാനലിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചതായും വിലയിരുത്തലുകളുണ്ടായി. ചാനൽ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഉള്ളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ചെറിയ തോതിലായിരുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഗുരുതരമായി. ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാതെയായി. 1-2 മാസത്തെ ശമ്പളം മുടങ്ങുന്നത് പതിവായി. ഇത് ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. പലരും വായ്പകളെയും മറ്റു വരുമാനങ്ങളെയും ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ശമ്പളം മുടങ്ങിയതോടെ അവരുടെ ദൈനംദിന ജീവിതം താളം തെറ്റി. വാടക കൊടുക്കാനും കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനും മറ്റ് അത്യാവശ്യ ചെലവുകൾ നടത്താനും അവർ ബുദ്ധിമുട്ടി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ജീവനക്കാർ മാനേജ്മെന്റുമായി ചർച്ചകൾ നടത്തി. ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് പലതവണ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അവയൊന്നും പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ല. ഓരോ തവണയും ശമ്പളം നൽകാമെന്ന് പറയുകയും ചെറിയ തുക മാത്രം നൽകുകയോ അല്ലെങ്കിൽ ഒന്നും നൽകാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് ജീവനക്കാരെ കൂടുതൽ നിരാശരാക്കി. തങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാത്തതിൽ അവർക്കിടയിൽ പ്രതിഷേധം ശക്തമായി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ വിഷനിലെ ജീവനക്കാർ സംഘടിതമായി പ്രതികരിക്കാൻ തീരുമാനിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ അവർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകുക, PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൃത്യമായി അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങി. 2014 മാർച്ചിൽ ഇന്ത്യ വിഷനിൽ ആദ്യമായി ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തു. ചാനൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇത് അന്വേഷിക്കണമെന്ന് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു. എന്നാൽ അന്വേഷണം നടത്തുന്നതിന് പകരം മാനേജ്മെന്റ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ MP ബഷീർ, ഉണ്ണികൃഷ്ണൻ എന്നിവരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ വന്നു. ഇതിൽ പ്രതിഷേധിച്ച് എഡിറ്റോറിയൽ വിഭാഗത്തിലെ ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഈ പണിമുടക്കിനെ തുടർന്ന് 2014 മാർച്ച് 13 ഇന്ത്യ വിഷന്റെ വാർത്താ സംപ്രേഷണം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. വാർത്താ അവതാരകൻ ചാനൽ സംപ്രേഷണം നിർത്തുകയാണെന്ന് ഓൺ എയറിൽ പ്രേക്ഷകരെ അറിയിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു. തത്സമയ വാർത്തകൾ മുടങ്ങിയപ്പോൾ പഴയ റെക്കോർഡ് ചെയ്ത പരിപാടികളും വാർത്താ ബുള്ളറ്റിനുകളുമാണ് ചാനലിൽ സംപ്രേഷണം ചെയ്തത്. ഈ സമരം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഒടുവിൽ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചാനൽ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം ഇന്ത്യ വിഷന്റെ പ്രതിസന്ധി പുറം ലോകം അറിയാൻ കാരണമായി. മാർച്ച് മാസത്തിലെ സമരത്തിനു ശേഷം കാര്യങ്ങൾ പഴയ നിലയിലേക്ക് മടങ്ങിയില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ തുടർന്നു. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് പതിവായി. പല മാസങ്ങളിലെ ശമ്പളം കുടിശ്ശികയായി. 2014 അവസാനത്തോടെ സ്ഥിതി വീണ്ടും വഷളായി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ശമ്പളം പൂർണ്ണമായും മുടങ്ങി. ഇതോടെ ജീവനക്കാർ വീണ്ടും സമരരംഗത്തിറങ്ങി. 2014 ഡിസംബറിൽ ആരംഭിച്ച ഈ സമരം കൂടുതൽ ശക്തമായിരുന്നു. കൊച്ചിയിലെ ചാനൽ ഓഫീസിന് മുന്നിൽ ജീവനക്കാർ രാപ്പകൽ സമരം നടത്തി. തങ്ങളുടെ ദുരിതങ്ങൾ അവർ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പുറം ലോകത്തെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ ചാനലിന്റെ വാർത്താ സംപ്രേഷണം പൂർണ്ണമായും നിലച്ചു. ഏകദേശം 1 മാസത്തോളം ഇന്ത്യ വിഷനിൽ വാർത്തകൾ ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് ചെയ്ത പരിപാടികളും പാട്ടും മാത്രമാണ് ചാനലിൽ വന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനൽ നിശ്ചലമായത് മാധ്യമ ലോകത്ത് വലിയ ചർച്ചയായി. ജീവനക്കാരുടെ സമരം തുടരുമ്പോൾ തന്നെ മാനേജ്മെന്റ് പ്രശ്നം പരിഹരിക്കാൻ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ജീവനക്കാർ ആരോപിച്ചു.
ചാനലിന്റെ ചെയർമാൻ MK മുനീർ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരുമായി ചർച്ചകൾ നടന്നെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലും ചർച്ചകൾ നടന്നു. ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകാമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. മാർച്ച് 10-നകം ശമ്പളം പൂർണ്ണമായും നൽകുമെന്നും ഏപ്രിൽ മാസത്തോടെ കാര്യങ്ങൾ സാധാരണ നിലയിലാക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ സമരം താൽക്കാലികമായി പിൻവലിച്ചു. എന്നാൽ ലേബർ കമ്മീഷണറുടെ മുന്നിൽ നൽകിയ ഉറപ്പുകളും പാലിക്കപ്പെട്ടില്ല. മാനേജ്മെന്റ് വീണ്ടും വാക്ക് തെറ്റിച്ചു. മാർച്ച് 10 കഴിഞ്ഞിട്ടും ശമ്പള കുടിശ്ശിക പൂർണ്ണമായും ലഭിച്ചില്ല. ഇതോടെ ജീവനക്കാർ വീണ്ടും നിരാശരായി. തങ്ങളെ മാനേജ്മെന്റ് വഞ്ചിക്കുകയായിരുന്നു എന്ന് അവർ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് 2015 മാർച്ചിൽ ഇന്ത്യ വിഷൻ പൂർണ്ണമായും നിലച്ചത്. ചാനൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കടുത്ത മത്സരമാണ് ഒരു പ്രധാന കാരണം. ഇന്ത്യ വിഷൻ ആരംഭിച്ചതിന് ശേഷം നിരവധി വാർത്താ ചാനലുകൾ കേരളത്തിൽ വന്നു. ഇത് പരസ്യ വരുമാനത്തിൽ ഇന്ത്യ വിഷന് തിരിച്ചടിയായി. കൂടാതെ ചാനലിന്റെ നടത്തിപ്പിലെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക മിസ്മാനേജ്മെന്റും പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയെന്നും ആരോപണങ്ങൾ ഉയർന്നു. ജീവനക്കാരുടെ PF, ESI വിഹിതം കൃത്യമായി അടയ്ക്കുന്നില്ലെന്നും സർക്കാരിലേക്ക് അടയ്ക്കേണ്ട സേവന നികുതി പോലും വെട്ടിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2015 മാർച്ചിൽ സേവന നികുതി വകുപ്പ് ഇന്ത്യ വിഷന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും റെസിഡന്റ് ഡയറക്ടർ ജമാലുദ്ദീൻ ഫറൂഖിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 9 കോടി രൂപയുടെ സേവന നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഈ സംഭവം ചാനലിന്റെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. റെയ്ഡിനെ തുടർന്ന് ചാനലിന്റെ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യ വിഷന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ജീവനക്കാരുടെ ശമ്പള പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടന്നു. മാനേജ്മെന്റിന് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ഒടുവിൽ 2015 മാർച്ച് 31 ഇന്ത്യ വിഷൻ ചാനൽ പൂർണ്ണമായും സംപ്രേഷണം നിർത്തി. ഒരു വാർത്താ അവതാരകൻ മാനേജ്മെന്റിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ചാനൽ സംപ്രേഷണം നിർത്തുകയാണെന്ന് ഓൺ എയറിൽ പ്രഖ്യാപിച്ചാണ് ചാനൽ നിലച്ചത്. ലോക മാധ്യമ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടായിരിക്കാം. ഇന്ത്യ വിഷന്റെ അടച്ചുപൂട്ടൽ അവിടുത്തെ ജീവനക്കാരെ വലിയ ദുരിതത്തിലാക്കി. മാസങ്ങളായി ശമ്പളം ലഭിക്കാതിരുന്ന അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതോടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. പലരും മറ്റ് ജോലികൾ തേടിപ്പോയി. ചിലർക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണമായും ലഭിച്ചില്ല. ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടികളും ഉണ്ടായി. ഇന്ത്യ വിഷൻ ചാനൽ അടച്ചുപൂട്ടിയെങ്കിലും മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അത് ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. വാർത്താ അവതരണത്തിലെ പുതിയ രീതികളും അന്വേഷണാത്മക പത്രപ്രവർത്തനവും ഇന്ത്യ വിഷൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തി. നിരവധി മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കുന്നതിൽ ഈ ചാനൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ സാമ്പത്തിക മിസ്മാനേജ്മെന്റും തൊഴിലാളി പ്രശ്നങ്ങളും ഒരു നല്ല മാധ്യമ സ്ഥാപനത്തെ എങ്ങനെ തകർക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമായി ഇന്ത്യ വിഷന്റെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനൽ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച ഇന്ത്യ വിഷൻ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലാളി പ്രശ്നങ്ങളിലേക്കും കൂപ്പുകുത്തി. ഇന്ത്യ വിഷന്റെ കഥ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. ഒരു മാധ്യമ സ്ഥാപനം നിലനിർത്താൻ സാമ്പത്തിക ഭദ്രതയും സുതാര്യമായ നടത്തിപ്പും തൊഴിലാളികളോടുള്ള നീതിയും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.